അഭിഷേക്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ശീതയുദ്ധത്തിനൊരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നുണ്ട്. ഉറി ഡാം തുറന്നു വിടുന്നു. പാകിസ്ഥാനിൽ വരൾച്ച വരുന്നു. അതിനിടയ്ക്ക് പാകിസ്ഥാനിൽ നിന്നും ആണവായുധ പ്രയോഗം നടത്തും എന്നൊക്കെ ഒരു ഭീഷണിയൊക്കെ വരുന്നുണ്ട്. എപ്പോഴായിരിക്കും ഇന്ത്യയുടെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുന്നത്? ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 22-നാണ് പഹൽഗാമിലെ ബൈസൺ വാലിയിൽ 26ഓളം സിവിലിയൻസ് കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ TRF ആണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പിന്നീട് അതിലേക്ക് ലഷ്കർ എ തൊയ്ബയുടെ പങ്കാളിത്തം വെളിച്ചത്ത് വരുന്നു. അങ്ങനെ ഇന്ത്യ ഈ വിഷയത്തിൽ എന്ത് നിലപാട്, സൈനികമായ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളേ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അത്രയ്ക്ക് മികച്ചൊരു നേതൃത്വമാണ് ഇന്ത്യയുടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഈ വിഷയത്തിൽ ഭീകരാക്രമണങ്ങൾക്കെതിരെ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ നടപടികൾ ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ ഉറിയിലും ബലാക്കോട്ടിലും അടക്കം നടന്ന ആക്രമണങ്ങൾക്ക് ഭാരതം എങ്ങനെയാണ് മറുപടി നൽകിയതെന്ന് ലോകരാജ്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ എന്ത് മറുപടിയാണ് കൊടുക്കുക എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ഡിബേറ്റുകൾ നടത്തുന്നു. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പെട്ടെന്ന് കയറി പാകിസ്ഥാനെ ആക്രമിക്കുക എന്നത് ഒരു എടുത്തുചാട്ടമായി പോകും എന്ന് ഇവിടുത്തെ ആർമിയുടെ നേതൃത്വത്തിനറിയാം, ഇന്ത്യയുടെ നേതൃത്വത്തിനറിയാം. കാരണം കഴിഞ്ഞ പല കാലങ്ങളിലായി, കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് നോക്കിയാൽ ആ ഒരു ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായ പാകിസ്ഥാനി ഭീകരരുടെ പ്രകോപനങ്ങളെ ഇന്ത്യ എങ്ങനെയാണ് നേരിട്ടത്, ഇപ്പോഴെങ്ങനെയാണ് നേരിടുന്നത് എന്ന് മാത്രം നോക്കുക. 2006 മുംബൈയിലെ സബർബൻ ട്രെയിനുകളിൽ പ്രഷർ കുക്കർ ബോംബിങ് നടന്നത്. അന്ന് 200-ലധികം പേരാണ് ആ ഒരു ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനെ കയറി ആക്രമിക്കാൻ പോയിട്ടില്ല. കാരണം 99-ലെ ഒരു കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായി സൈനികമായിട്ട് അത്ര വലിയ കോൺഫ്ലിക്റ്റുകളൊന്നും നടന്നിട്ടില്ല. ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് പോകാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം പാർലമെൻറ്റ് ഭീകരാക്രമണം നടന്നൊരു സമയം, ആ ഒരു സമയത്ത് 100 കിലോഗ്രാമോളം RDXുമായിട്ടാണ് ഒരു കാറ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ വളപ്പിലേക്ക് പാഞ്ഞു കയറിയത്. അന്ന് കമലേഷ് തിവാരി എന്ന ഒരു വനിതാ ഓഫീസറുടെ നിൽപ്പിനെ തുടർന്നാണ് അത്ര വലിയൊരു കാഷ്വാലിറ്റി ഒന്നും ഇല്ലാതെ ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിച്ചത്. അന്ന് അവർ മരിക്കുകയും പിന്നീട് അവർക്ക് അശോക ചക്രം നൽകി രാജ്യം ആദരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അന്ന് അങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ, അവിടെ ആപത്തായിട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ത് നടപടി എടുത്തേനെ എന്ന് ഇപ്പോഴും ആലോചിക്കാറുണ്ട്. എന്താണ് കാരണമെന്ന് വെച്ചാൽ, അന്ന് ആഭ്യന്തരമന്ത്രി LK അദ്വാനിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും അടക്കം പാർലമെൻറ്റിലുള്ള സമയത്താണ് അന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരാന്ന് തോന്നുന്നു ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കാർ ഓടിച്ച് കയറ്റുകയും അത്തരത്തിലൊരു ആക്രമണത്തിന് പദ്ധതിയിടുകയും ചെയ്തത്. പിന്നീട് 2006 ഇത്തരത്തിൽ മുംബൈയിലെ സബർബൻ ട്രെയിനിൽ ആക്രമണം നടക്കുന്നു. 2008 മുംബൈയിലെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ, നരിമാൻ പോയിൻ്റ്, ഛത്രപതി ശിവജി ടെർമിനസ്, അതുപോലെ തന്നെ ഒബ്രോയ് ട്രിഡൻറ്റ്, പിന്നെ അത്തരത്തിലുള്ള 4ഓളം സ്ഥലങ്ങളിലാണ് 11 ഭീകരരെത്തി വലിയൊരു ആക്രമണം, ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്കായിരുന്നു അന്ന് അവിടെ അരങ്ങേറിയത്. അതിൽ തന്നെ 175ഓളം പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. നമ്മുടെ മലയാളിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ഒരുപാട് പട്ടാളക്കാർക്ക് കൂടി, അല്ലെങ്കിൽ ആർമിക്കാർക്കെല്ലാം ജീവൻ നഷ്ടമായൊരു ആക്രമണമായിരുന്നു അന്ന് അവിടെ നടന്നത്. അതിന് ഇന്ത്യ നയതന്ത്ര തലത്തിലുള്ള കുറച്ച് ഉപരോധം ഏർപ്പെടുത്തി എന്നതൊഴിച്ചാൽ ഇന്ത്യക്ക് സൈനികമായിട്ടൊരു നടപടിയെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നില്ല അന്ന്. അത് ഇപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണിയോട് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ, പാകിസ്ഥാനെതിരെ, ഭീകരതയ്ക്കെതിരെ എന്ത് നിലപാട് കൈക്കൊള്ളണമെന്ന് ചോദിക്കുമ്പോൾ വലിയ മറുപടിയൊന്നും, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഭാരതം ഇന്ന് ഏറെ മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നേതൃത്വമാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം കാശ്മീർ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഈ ആദ്യഘട്ടത്തിൽ ഏർപ്പെടുത്തിയ ഒരു ഉപരോധം, ഈ സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നയതന്ത്ര യുദ്ധം, അതിന് പ്രധാനമായിട്ടും അത് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. പ്രധാനമായിട്ടും ഈ സിന്ധു നദി ടിബറ്റിൽ നിന്നൊഴുകി ഇന്ത്യയിലൂടെ പാകിസ്ഥാനിലേക്ക് പോകുന്നു. ആ പാക് അധീനതയിലുള്ള പഞ്ചാബിൽ പ്രധാനമായിട്ടും കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഉപരോധം ഏർപ്പെടുത്തുന്നതിലൂടെ നിലവിലും ഭാവിയിലും ആ ഒരു പ്രദേശത്തിന് കടുത്ത വരൾച്ചയിലേക്ക് തള്ളിവിടാനുള്ള ഒരു നീക്കമാണ്. അതോടൊപ്പം തന്നെ അത്തരത്തിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായാൽ ഒരു ആഭ്യന്തര കലാപം രാജ്യത്തുണ്ടാകും. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും ഭക്ഷണത്തിനായി ആളുകൾ തെരുവിലിറങ്ങുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ
POK ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും രണ്ട് പ്രദേശങ്ങൾക്കും രണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ള സ്ഥിതിവിശേഷമുള്ളൊരു നാടാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആഭ്യന്തര കലാപം കോൺഫ്ലിക്റ്റ് രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടായാൽ ഇന്ത്യ സൈനികമായിട്ടൊരു നടപടി പാകിസ്ഥാനെതിരെ സ്വീകരിച്ചാലും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇന്റേണലായിട്ട് നടക്കുന്ന കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയെ തിരിച്ചാക്രമിക്കാൻ പാകിസ്ഥാൻ ഒരിക്കലും സാധിക്കില്ല, അതിപ്പോഴും സാധിക്കില്ല. അങ്ങനെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ ഇന്ത്യയെ അത്രയ്ക്കൊന്നും ചെയ്യാൻ സാധിച്ചേക്കില്ല. കാരണം ഇന്ത്യയുടെ സൈനിക ശക്തിയും പാകിസ്ഥാൻ്റെ സൈനിക ശക്തിയും താരതമ്യം ചെയ്യുന്നത് പോലും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പരിമിതമായ സൗകര്യങ്ങളാണ്. കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെതിരെ പിന്തുണ തീരെയില്ല. ചൈന പോലും അവർക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്ന് ചൈന പോലും മാറി തുടങ്ങിയിരിക്കുന്നു. തുർക്കിയുടെ ഒരു കപ്പലാണ് പാകിസ്ഥാന് സഹായമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇന്ത്യ ഇനി എന്ത് സൈനിക നടപടി ഇക്കാര്യത്തിൽ കൈക്കൊള്ളും? അതിന് ആദ്യത്തെ ഉദാഹരണമായി പറയേണ്ടത് മെയ് 2, 2011 അമേരിക്ക പാകിസ്ഥാനിൽ നടത്തിയ ഒരു ആക്രമണമാണ്. ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാനല്ല, പാകിസ്ഥാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഭീകരതയാണ്. അപ്പോൾ 2011 അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിൽ നിന്ന് പാകിസ്ഥാനിലെ ആബട്ടാബാദിലേക്കുള്ള 336 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വന്ന 6 US ഹെലികോപ്റ്ററുകൾ ആബട്ടാബാദിലെ സുരക്ഷിതമായ വാസസ്ഥാനത്തിരുന്ന ഒസാമ ബിൻ ലാദൻ എന്ന അൽ ഖ്വയ്ദയുടെ ഗ്ലോബൽ ലീഡറെ, അന്ന് 9 പേരാണെന്ന് തോന്നുന്നു ആ ഒരു ആക്രമണത്തിൽ, US സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഒസാമ ബിൻ ലാദനെ അവിടെ നിന്ന് കൊണ്ടുപോയി 1336 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏതോ ഒരു ദ്വീപിലാണ് കൊണ്ടുവന്ന് ഖബറടക്കിയത്. ഇസ്ലാമിക മതാചാര പ്രകാരം ഭാവിയിൽ ഇയാളുടെ ഖബറിടം ഒരു പുണ്യസ്ഥലമായി കണക്കാക്കാനുള്ള സാധ്യതയ്ക്ക് കണക്കിലെടുത്താണ് അജ്ഞാതമായൊരു സ്ഥലത്ത് കൊണ്ട് ഇയാളെ ഖബറടക്കിയത്. ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു വിഷയത്തിൽ നോക്കിക്കാണുന്നൊരു നിലപാടനുസരിച്ചാണെങ്കിൽ ഇന്ത്യയുടെ ഉന്നം ഹാഫിസ് സയ്യിദ് എന്ന ലഷ്കർ എ തയ്ബയുടെ ലീഡറാണ്. കാരണം TRF ആണെങ്കിലും TRF എന്ന് പറയുന്നത് ലഷ്കർ എ തയ്ബയുടെ ഉപസംഘടനയാണ്. അപ്പോൾ ലഷ്കർ എ തയ്ബയാണ് ഈ ആക്രമണങ്ങളുടെയൊക്കെ സൂത്രധാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാഫിസ് സയ്യിദാണ് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ശത്രു. 2008 മുംബൈ അറ്റാക്കിന് ശേഷം ഇന്റർപോൾ അടക്കം തലയ്ക്ക് വിലയിട്ട് കാത്തിരിക്കുന്ന ഒരു ഗ്ലോബൽ ടെററിസ്റ്റാണ് ഈ ഹാഫിസ് മുഹമ്മദ് സയ്യിദ് എന്നാണ് ഇയാളുടെ പേര്. 75 വയസ്സ് പ്രായമുള്ള ഒരു ഭീകരനാണ്. ഇയാൾ അവിടെ തന്നെ മില്ലി മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള ഒരാളാണ് ഇയാളുടെ തലയ്ക്ക് 1 കോടി രൂപയാണ്, 1 കോടി US ഡോളറാണ് ഇന്റർപോൾ വിലയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇയാളെ കാണിച്ചു തരുന്നതും അല്ലെങ്കിൽ ഇയാളിലേക്ക് വഴി ചൂണ്ടുന്ന എന്തെങ്കിലും തെളിവുകൾ ഇന്റർപോളിന് കൈമാറുന്ന ആളുകൾക്കൊക്കെ 1 കോടി ഡോളറാണ് ഇന്റർപോൾ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അമേരിക്കയുടെ തന്നെ നോട്ടപ്പുള്ളിയായ ഒരാളെ ഇന്ത്യ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമ്പോൾ അമേരിക്ക അടക്കം ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഹാഫിസ് സയ്യിദ് എവിടെയാണ്, ഈ ആക്രമണത്തിന് ശേഷം ഹാഫിസ് സയ്യിദ് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് മൊത്തത്തിൽ ഉയരുന്ന ഒരു ചോദ്യം. അതിന് കഴിഞ്ഞ ദിവസം തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഉപഗ്രഹ ചിത്രങ്ങൾ, ഇയാളുടെ വാസസ്ഥലം എവിടെയാണ്, ഇത് മൊഹല്ല ജോഹർ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയാണ്. ലഹോർ നഗരത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ് മൊഹല്ല ജോഹർ. ഈ മൊഹല്ല ജോഹറിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ആണ് പാകിസ്ഥാൻ ഇയാളെ സംരക്ഷിച്ചിരിക്കുന്നത്. അവിടെ ഒരു മോസ്ക്, പാർക്ക്, അതോടെ തന്നെ എല്ലാ ലെയ്ഷർ ആക്ടിവിറ്റികളുമുള്ള ഒരു പ്രദേശത്ത് ഇയാൾക്ക് പാകിസ്ഥാൻ കമാൻഡോകളുടെ അടക്കം ഒരു സുരക്ഷിതത്വത്തിലാണ് ഇയാൾ പുറത്തിറങ്ങാറില്ലെന്ന് തോന്നുന്നു ഇയാൾ അവിടെ വസിക്കുന്നത്. അപ്പോൾ ഇയാളുടെ വാസസ്ഥലം കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് അതെന്തായാലും ഇന്റർപോളിനടക്കം അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൗണ്ടർ അറ്റാക്കിൽ ആബട്ടാബാദിൽ US സൈന്യം എങ്ങനെയാണ് ബിൻ ലാദനെ വധിച്ചത്, അത്തരത്തിലൊരു കൗണ്ടർ അറ്റാക്കിലൂടെ ഹാഫിസ് സയ്യിദിനെ വധിക്കാനുള്ള ഒരു തീരുമാനം, അത്തരത്തിലേക്കുള്ളൊരു നീക്കത്തിലേക്കായിരിക്കും ഒരുപക്ഷെ ഭാരതം നീങ്ങുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ടൊരു തീരുമാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക നടപടി തിടുക്കത്തിൽ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. കാരണം ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് കടുത്ത പിന്തുണയാണ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ എപ്പോഴും UN സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യ സമചിത്തതയോടെ സമവായം സ്വീകരിക്കണം, സമാധാനം സ്വീകരിക്കണമെന്ന് പറയുമ്പോഴും ലോകരാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെ എടുക്കുന്ന ഒരു നിലപാട് അത് വളരെ അഭിനന്ദനാർഹമാണ്. കാരണം ഒരു ഗ്ലോബൽ ലീഡറായിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ഒരു നയതന്ത്ര ബന്ധം, ആ ഒരു ബന്ധം തന്നെ ഈ ഒരു കഴിഞ്ഞൊരു മോദി എറ എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് നോക്കുക. കാരണം ഗ്ലോബൽ സമ്മിറ്റുകളിലടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തരത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത്, ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, റഷ്യ അടക്കമുള്ള സകല രാജ്യങ്ങളിലും ഇന്ത്യക്ക്
ഉദാരമായ പിന്തുണയാണ് ഈ വിഷയത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ആ ഒരു വിഷയത്തിൽ മറ്റൊന്നുകൂടിയുണ്ട്. ഈ പഹൽഗാമിൽ അറ്റാക്ക് നടക്കുമ്പോൾ US വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ടായിരുന്നു. ആ ഒരു തലത്തിൽ കൂടിയാണ് അത്രയ്ക്ക് അല്ലെങ്കിൽ അത്രയ്ക്ക് ശക്തമായൊരു നിലപാടാണ് അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ നടപടി എന്തായാലും ഉണ്ടാകും. അത് പെട്ടെന്നൊരു കരയുദ്ധത്തിലൂടെയോ വ്യോമയുദ്ധത്തിലൂടെയോ പാകിസ്ഥാനെ മുഴുവൻ ഇല്ലാതാക്കുക എന്നൊരു രീതിയിലേക്കായിരിക്കില്ല പോവുക. മറിച്ച് ഇത്തരത്തിലൊരു കൗണ്ടർ അറ്റാക്ക് ആരും പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് ഇപ്പോൾ പാകിസ്ഥാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു അറ്റാക്ക്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ നേതാക്കന്മാരടക്കം പലവട്ടം പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്. റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങളത് പ്രയോഗിക്കാൻ മടിക്കില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ നേതാക്കളെല്ലാം പറയുന്നു ഇന്ത്യ ഞങ്ങളുടെ ആക്രമണം താങ്ങില്ല. ഇന്ത്യയെ ഞങ്ങളുടെ ആക്രമണം താങ്ങില്ല എന്നുള്ളത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത്രയധികം പ്രശ്നങ്ങളുള്ളൊരു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് കൂടി പോയാൽ, കാരണം ഇപ്പോൾ ജലക്ഷാമം, വരൾച്ച ഇതൊക്കെ സംജാതമാകുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു യുദ്ധം കൂടി ഉണ്ടായാൽ ആ പാകിസ്ഥാൻ അത് താങ്ങാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല. അതാണ് എന്തായാലും തിരിച്ചടി ഉണ്ടാവും. അത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞാൽ മതി.